ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ആധിപത്യം തുടരുന്ന ടാറ്റ മോട്ടോഴ്സ് പ്രീമിയം സെഗ്മെന്റിലേക്ക് ശക്തമായ ചുവടുവയ്പ് നടത്തുന്നു. 2026 അവസാനത്തോടെ ടാറ്റയുടെ ആദ്യ അവന്യ ബ്രാൻഡ് ഇലക്ട്രിക് വാഹനം വിപണിയിലെത്തുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ഒരൊറ്റ മോഡലായി മാത്രമല്ല, സ്വതന്ത്ര പ്രീമിയം ബ്രാൻഡായാണ് അവന്യയെ ടാറ്റ അവതരിപ്പിക്കുന്നത്. അവന്യ ശ്രേണിയിലെ വാഹനങ്ങൾ ടാറ്റയുടെ അത്യാധുനിക ജെൻ 3 ബോൺ ഇലക്ട്രിക് സ്കേറ്റ്ബോർഡ് പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമായി രൂപകൽപ്പന ചെയ്ത ഈ പ്ലാറ്റ്ഫോം കൂടുതൽ ഇടസൗകര്യം, മികച്ച ബാറ്ററി പാക്ക്, അതിവേഗ ചാർജിംഗ് സംവിധാനങ്ങൾ, ആധുനിക സോഫ്റ്റ്വെയർ സാങ്കേതിക സംയോജനങ്ങൾ എന്നിവ ഉറപ്പാക്കുമെന്ന് ടാറ്റ വ്യക്തമാക്കി. പരമ്പരാഗത SUV അല്ലെങ്കിൽ MPV രൂപകൽപ്പനയിൽ നിന്ന് വ്യത്യസ്തമായി ലളിതവും ആഡംബരപൂർണവുമായ ഇന്റീരിയറാണ് മോഡലിന് ഒരുക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള അകത്തളവും യാത്രക്കാരുടെ സുഖസൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഡിസൈനും അവന്യയെ പ്രീമിയം തലത്തിലേക്ക് ഉയർത്തും. അവന്യ ബ്രാൻഡിനായി പ്രത്യേക വിൽപ്പന സർവീസ് കേന്ദ്രങ്ങൾ ടാറ്റ പാസഞ്ചർ മോട്ടോഴ്സ് ഒരുക്കുമെന്നും ഡിജിറ്റൽ സാങ്കേതികവിദ്യയും നേരിട്ടുള്ള ഉപഭോക്തൃ അനുഭവവും സംയോജിപ്പിച്ച ഫിജിറ്റൽ വിപണന മാതൃകയാണ് സ്വീകരിക്കുകയെന്നും കമ്പനി അറിയിച്ചു.